നമസ്കാരം. നമുക്ക് ഇന്നൊരു ക്ലാസ് നോക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഈ അടുത്തായിട്ട് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം ആദ്യം നോക്കിക്കൊണ്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്: ക്ലോസ് ദ വിൻഡോ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് എന്നുള്ളതാണ് നമുക്ക് എക്സാമിന് ചോദിച്ച ചോദ്യം ഈ ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ ക്ലോസ് ദ വിൻഡോ എന്ന് പറയുന്നതിൽ ആ സെൻറ്റൻസ് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ചോദ്യം വന്നിട്ട് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. ഓക്കെ, ആക്റ്റീവ് വോയിസിലുള്ള ചോദ്യത്തെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഈ വർഷം ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇതിൽ ക്ലോസ് ദ വിൻഡോ എന്നുള്ളത് ഏത് സെൻറ്റൻസ് ആണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ആദ്യം മനസ്സിലോട്ട് വരേണ്ടത്. അപ്പോൾ സെൻറ്റൻസ് ആരംഭിക്കുന്നത് ക്ലോസ് എന്ന വാക്ക് ഉപയോഗിച്ചാണ്. ക്ലോസ് എന്ന വാക്ക് ഒരു വെർബാണ്. അപ്പോൾ വെർബിൽ തുടങ്ങുന്ന വാക്യത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വെർബിൽ തുടങ്ങുന്ന വാക്യത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്നാണ് വിളിക്കുക. നമ്മൾ എന്താ വിളിക്കുക? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസിലാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പരേറ്റീവ് സെൻറ്റൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ ആദ്യം ചേർക്കുന്ന പദം എന്ന് പറയുന്നത് ലെറ്റാണ്. ആദ്യം ചേർക്കുന്ന പദം ഏതാണ്? ലെറ്റ്. അപ്പോൾ ഇതിലെ എല്ലാ ചോദ്യത്തിലും ലെറ്റ് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഇനി ലെറ്റ് കഴിഞ്ഞ് നമുക്ക് ചേർക്കേണ്ട പദം ഒബ്ജക്റ്റാണ്. ചോദ്യത്തിലെ ഒബ്ജക്റ്റാണ് രണ്ടാമത് ചേർക്കേണ്ടത്. അപ്പോൾ ഇതിലെ എല്ലാ ചോദ്യത്തിലും ദ വിൻഡോ എന്ന ഒബ്ജക്റ്റ് ഉണ്ട്, ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ക്ലോസ് ദ വിൻഡോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ ആദ്യത്തെ വാക്ക് ക്ലോസ് എന്ന് പറയുന്നത് വെർബാണ്. വെർബിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ചോദ്യം ഇമ്പരേറ്റീവ് സെൻറ്റൻസിലാണ്. വെർബാണ് ക്ലോസ്. വെർബ് കഴിഞ്ഞ് വരുന്ന പദത്തെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഘടന എന്ന് പറയുന്നത് ആദ്യം ലെറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ലെറ്റ് ഉപയോഗിച്ചു, ശേഷം ഒബ്ജക്റ്റ് ഉപയോഗിക്കുക. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതിലെ വിൻഡോ എന്ന് പറയുന്ന വാക്കാണ്. ദ വിൻഡോ എന്നത് ഉപയോഗിച്ചു, ശേഷം ബി എന്ന വാക്ക് ഉപയോഗിക്കുക. ലെറ്റ് ഒബ്ജക്റ്റ് ബി, ബി ഇ. അപ്പോൾ ലെറ്റ് ദ വിൻഡോ ബി എന്നുള്ളത് ഒറ്റ ഓപ്ഷനിലുള്ളൂ, ഡി ഓപ്ഷനിൽ. ലെറ്റ് ദ വിൻഡോ ബി പ്ലസ് V3. ഇതിൽ വെർബിൻ്റെ V3 എന്ന് പറയുമ്പോൾ ക്ലോസിൻ്റെ V3 ക്ലോസ്ഡാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഈ ചോദ്യത്തിൽ ക്ലോസ് ദ വിൻഡോ എന്നുള്ളതാണ് ചോദ്യം. ക്ലോസ് ആണ് വെർബ്. വെർബ് കഴിഞ്ഞ് വരുന്ന പദമാണ് ഒബ്ജക്റ്റ്, അത് ദ വിൻഡോ എന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ലെറ്റ് വയ്ക്കുന്നു, ശേഷം ഒബ്ജക്റ്റ് വയ്ക്കുന്നു. പലർക്കും ഒബ്ജക്റ്റ് എന്താണ് അല്ലെങ്കിൽ എവിടെ പോയി തപ്പണം എന്നറിയില്ല. വെർബ് കഴിഞ്ഞ് വരുന്ന പദമാണ് ഒബ്ജക്റ്റ്. ഇതിൽ വെർബ് ക്ലോസ് ആണ്. ക്ലോസ് കഴിഞ്ഞ് വരുന്ന പദം ദ വിൻഡോ ആണ്. അപ്പോൾ ദ വിൻഡോ ആണ് ഒബ്ജക്റ്റ്. ലെറ്റ് ദ വിൻഡോ. ലെറ്റ് ദ വിൻഡോ പ്ലസ് ബി ആണ് വയ്ക്കുക. ബി, ലെറ്റ് ദ വിൻഡോ ബി, ക്ലോസിൻ്റെ V3 ക്ലോസ്ഡ്. ഡി ഓപ്ഷനാണ് ആൻസർ കേട്ടോ. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഷട്ട് ദ വിൻഡോ. ഷട്ട് ദ വിൻഡോ എന്നുള്ള ചോദ്യം. ഈ ചോദ്യം നോക്കുകയാണെങ്കിൽ ഇതിലെ ഷട്ട് എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ വെർബ്. ഷട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ വെർബ്. ദ വിൻഡോ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ വെർബ് കഴിഞ്ഞ് വരുന്ന പദമാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഷട്ട് ദ വിൻഡോ എന്നാണ് സെൻറ്റൻസ്. ഷട്ടാണ് വെർബ്, ദ വിൻഡോ ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. വെർബിൽ തുടങ്ങിയാൽ എന്താണ്? ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. കൂടാതെ ആജ്ഞ, അപേക്ഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ സൂചിപ്പിക്കുക. അപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് മാറ്റുമ്പോൾ ആദ്യം നമുക്ക് ലെറ്റ് വെക്കണം. അപ്പോൾ ലെറ്റ് ഒരു ഓപ്ഷനേ ഉള്ളൂ, അപ്പോൾ അതാണ് ആൻസർ. കൂടാതെ ലെറ്റിന് ശേഷം ദ വിൻഡോ എന്ന ഒബ്ജക്റ്റ് വെച്ചു. ലെറ്റ് ദ വിൻഡോ പ്ലസ് ബി വെച്ചു. ലെറ്റ് ഒബ്ജക്റ്റ് ബി, ലെറ്റ് ദ വിൻഡോ ബി. ഷട്ടിൻ്റെ V3 ഷട്ട് തന്നെയാണ്, ഷട്ട്. അപ്പോൾ ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്. ഒന്നുകൂടി പറയാം, ഷട്ട് ദ വിൻഡോ എന്നുള്ളതാണ് ചോദ്യം. ഷട്ടാണ് വെർബ്, ദ വിൻഡോ ആണ് ഒബ്ജക്റ്റ്. ഘടന അനുസരിച്ച് ആദ്യം ലെറ്റ് വെക്കണം, ശേഷം ഒബ്ജക്റ്റ് വെക്കണം. ദ വിൻഡോ ആണ് ഒബ്ജക്റ്റ് പ്ലസ് ബി വെക്കണം. അപ്പോൾ ലെറ്റ് ദ വിൻഡോ ബി, V3 ഷട്ട് തന്നെയാണ്, ഷട്ട്.
ഇതിലെ മൂന്നാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ അതും സെയിം മോഡലാണ്. ചെറിയൊരു കാര്യം പറയാനുള്ളതുകൊണ്ടാണ് ആഡ് ചെയ്തത്. ഇതിൽ പനിഷ് എന്ന് പറയുന്ന വാക്ക് നോക്കിയേ. പനിഷാണ് വെർബ്, ഹിം ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ പനിഷ് ഹിം വെർബിൽ തുടങ്ങിയാൽ അത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. കൂടാതെ അത് ആജ്ഞ, അപേക്ഷ തുടങ്ങിയ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുക. ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ ആദ്യം നമ്മൾ ലെറ്റാണ് ഉപയോഗിക്കേണ്ടത്. ലെറ്റ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഉപയോഗിക്കണം. പനിഷ് ഹിം എന്ന് പറയുമ്പോൾ പനിഷാണ് വെർബ്, അത് കഴിഞ്ഞ് വരുന്ന ഹിം എന്ന വാക്കാണ് എന്ത്, ഒബ്ജക്റ്റ്. പനിഷ് ഹിമ്മിലെ ഹിം ആണ് എന്ത്, ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിൽ ലെറ്റ് വെച്ച ശേഷം ഹിം ആണ് വയ്ക്കുക. നമ്മൾ സാധാരണ പാസീവ് വോയിസിൽ ഹി ഹിം ആവും, ഹിം ഹി ആവും എന്നൊക്കെ പഠിക്കും. പക്ഷേ പാസീവ് വോയിസ് ഇമ്പരേറ്റീവ് സെൻറ്റൻസിലാണ് വരുന്നതെങ്കിൽ ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ ടെൻസ് ചേഞ്ച് ആവില്ല. കൂടാതെ വാക്കുകളൊന്നും അധികം ചേഞ്ച് ആവാറില്ല. അപ്പോൾ ഇതിൽ പനിഷ് ഹിം വെർബ് കഴിഞ്ഞ് വരുന്ന വാക്കാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ് കഴിഞ്ഞ് വെക്കേണ്ടത് ഒബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് ഹിം അതേപടി വെച്ചാൽ മതിയാവും. ലെറ്റ് വയ്ക്കുന്നു, ഹിം വയ്ക്കുന്നു, ബി വയ്ക്കുന്നു, V3 വയ്ക്കുന്നു. ലെറ്റ് ഹിം ബി പനിഷ്ഡ്. പനിഷിൻ്റെ V3 ആണ് പനിഷ്ഡ്. ഒന്നുകൂടി പറയാം. ലെറ്റ് വെച്ചു, ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഹിം വെച്ചു, എന്നിട്ട് ബി വെച്ചു, ശേഷം V3. ലെറ്റ് ഹിം ബി പനിഷ്ഡ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി അടുത്തത് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. ഈ ചോദ്യം ആഡ് ചെയ്യാൻ കാരണം ഇതിലൊരു ഡൗട്ട് വരാം. ഇതിൽ വെർബ് എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ആണ്. അപ്പോൾ വെർബിൽ തുടങ്ങിയാൽ ഇമ്പരേറ്റീവ് ആണെന്ന് മനസ്സിലായി. വെർബ് കഴിഞ്ഞ് വരുന്ന പദമാണ് ഒബ്ജക്റ്റ്. അപ്പോൾ അതിൽ ഇറ്റ് എന്ന വാക്കാണ് ഒബ്ജക്റ്റ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് നോക്കും, സെൻറ്റൻസിൽ അവസാനം വരുന്നതല്ലേ ഒബ്ജക്റ്റ് എന്ന് തോന്നിപ്പോവാം. പക്ഷെ അല്ല, വെർബ് കഴിഞ്ഞ് വരുന്ന പദമാണ് ഒബ്ജക്റ്റ് കേട്ടോ. ഈ അവസാനം വരുന്ന ഭാഗം ബാലൻസ് ഓഫ് ദ സെൻറ്റൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ലെറ്റ് വയ്ക്കുന്നു. ലെറ്റുള്ള ഒറ്റ ഓപ്ഷനുള്ളൂ. അപ്പോൾ ലെറ്റ് വയ്ക്കുന്നു. ഇനി ഒബ്ജക്റ്റ് ഇറ്റ് എന്നത് വയ്ക്കുന്നു. ശേഷം ബി വയ്ക്കുന്നു. ശേഷം V3 വയ്ക്കുന്നു. അപ്പോൾ ലെറ്റ് ഇറ്റ് ബി വെർബ് ഏതാണ്, ട്രാൻസ്ലേറ്റ് അല്ലേ, ട്രാൻസ്ലേറ്റഡ്. ലെറ്റ് ഇറ്റ് ബി ട്രാൻസ്ലേറ്റഡ്. ഈ ലാസ്റ്റ് ഭാഗം ഇൻ ടു ഇംഗ്ലീഷ് എന്നുള്ള ഭാഗം ബാലൻസ് ഓഫ് ദ സെൻറ്റൻസ് ആണ്, ഇൻ ടു ഇംഗ്ലീഷ്. ഓക്കെ. ലെറ്റ് ഇറ്റ് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ. ഇനി ഇതിൽ വീണ്ടും തെറ്റ് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദ്യത്തിലെങ്ങാനും ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് വന്നാൽ ടെൻഷൻ ആവേണ്ട. ലെറ്റ് കഴിഞ്ഞിട്ട് നോട്ട് വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഡു നോട്ട് ഇൻസൾട്ട് ദ വീക്ക് എന്നുള്ള ചോദ്യത്തിൽ ഈ ഡു നോട്ട് മാത്രം നോക്കിയേ. ഡു നോട്ട് പകരം നമ്മൾ ലെറ്റിൻ്റെ കൂടെ നോട്ട് വയ്ക്കുന്നു, ലെറ്റ് നോട്ട്. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ പഴയ പോലെ തന്നെയാണ്. അപ്പോൾ ആദ്യം ലെറ്റ് വയ്ക്കും. ഡു നോട്ട് ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു നോട്ട് വയ്ക്കാം. പിന്നെ ഒബ്ജക്റ്റ് വയ്ക്കും. ഇതിൽ ഒബ്ജക്റ്റ് ഏതാണ്, ദ വീക്ക്. ദ വീക്ക് അല്ലേ ഒബ്ജക്റ്റ്. ഇൻസൾട്ട് ദ വീക്ക് എന്നുള്ളതിലെ ഇൻസൾട്ട് വെർബും ദ വീക്ക് ഒബ്ജക്റ്റും അല്ലേ. അപ്പോൾ ലെറ്റ് നോട്ട് കഴിഞ്ഞിട്ട് ദ വീക്ക് വയ്ക്കുന്നു, ദ വീക്ക്. വീക്ക് കഴിഞ്ഞാൽ എന്താ വയ്ക്കുക, ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ ലെറ്റും ഒബ്ജക്റ്റും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ വയ്ക്കുക, ബി ആണ് വയ്ക്കുക. അപ്പോൾ ഇതിൽ ബി എന്ന് പറയുന്നത് ഏതാ, ബി എന്ന് പറയുന്നത് ലെറ്റ് നോട്ട് ദ വീക്ക് ബി ഇൻസൾട്ടഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ. അതിൽ മാത്രമേ ബി ഉള്ളൂ. അപ്പോൾ ലെറ്റ് വയ്ക്കുന്നു. ഡോണ്ട് വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡു നോട്ട് വന്നതുകൊണ്ട് നോട്ട് വയ്ക്കുന്നു. ഒബ്ജക്റ്റായിട്ട് ദ വീക്കാണുള്ളത്, വീക്ക് വയ്ക്കുന്നു. ശേഷം ബി വയ്ക്കുന്നു. ബി കഴിഞ്ഞിട്ട് V3 ഇൻസൾട്ടഡ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇതേപോലെ ഒരു ചോദ്യം കൂടിയുണ്ട്, ഡോണ്ട് ഡിസ്റ്റർബ് ദ പേഷ്യൻറ്റ്. ഈ ചോദ്യം വളരെ സിമ്പിളാണ്. കാരണം ഡോണ്ട് വന്നു. അപ്പോൾ ഡോണ്ടും ഡു നോട്ടും വന്നാൽ എന്താ വെക്കേണ്ടത്, ലെറ്റ് കഴിഞ്ഞിട്ട് നോട്ട് വെക്കണം. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണല്ലോ, ആജ്ഞ അപേക്ഷയാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡോണ്ട് ഡിസ്റ്റർബ് ദ പേഷ്യൻറ്റിൽ ഡോണ്ട് വന്ന കാരണം ലെറ്റ് കഴിഞ്ഞിട്ട് നോട്ട് വെക്കണം. ഓക്കെ. ഇനി ലെറ്റ് നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒബ്ജക്റ്റ് വെക്കുക. ഏതാ ഒബ്ജക്റ്റ്, ദ പേഷ്യൻറ്റ്. ഡിസ്റ്റർബാണ് വെർബ്. ഡിസ്റ്റർബ് കഴിഞ്ഞ് വരുന്ന വാക്കാണ് ദ പേഷ്യൻറ്റ്. വെർബ് കഴിഞ്ഞ് വരുന്ന പദം ഒബ്ജക്റ്റ്. അപ്പോൾ ലെറ്റ് നോട്ട് ദ പേഷ്യൻറ്റ്. ശേഷം എന്ത് വയ്ക്കും, ബി പ്ലസ് V3 ഡിസ്റ്റർബ്ഡ്. ഓക്കെ. ഡിസ്റ്റർബിൻ്റെ V3 ഡിസ്റ്റർബ്ഡ്, ഡി ഓപ്ഷൻ. അപ്പോൾ ലെറ്റ് നോട്ട് ദ പേഷ്യൻറ്റ് ബി ഡിസ്റ്റർബ്ഡ്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്
ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെർബ് കഴിഞ്ഞ് വരുന്ന പദമാണ് എന്ത്? ഒബ്ജക്റ്റ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആജ്ഞ, അപേക്ഷ എന്നിവയായിരിക്കും സൂചിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം ഇതിൽ ഡോണ്ടും ഡു നോട്ടും വന്നു കഴിഞ്ഞാൽ ലെറ്റ്, നോട്ട് എന്ന് വെക്കണം. അത്രയേ ഉള്ളൂ.